ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗൾ ഞാൻ അത്യാവശ്യം വലിയ ബൗൾ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളിവിടെ കുറേ ആളുകളുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് അളവിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ റവ അളന്നെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ റവ എടുക്കുന്നത് അതേ അളവിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 4.5 കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുളിയൊന്ന് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഒരു തൈർക്ക് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഈ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ ഈ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. എൻ്റെ സൗണ്ടിന് കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു സൗണ്ട് മാറിപ്പോലല്ലേ, അത് എൻ്റെ സൗണ്ടിന് കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ശരിയായിട്ടില്ല, കുറച്ചായി തുടങ്ങിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ, ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതാ ഞാനത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. ഫില്ലിങ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ്, നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ, കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/2 സ്പൂണും മുളക് പൊടിയും, പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ സവാള വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് പുറത്തിങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളെ നല്ലൊരു അടിപൊളി വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇഷുട്ടൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. പിന്നെ അതും നമ്മുടെ 23K ആയ സെലിബ്രേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് നാളെ വരുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം.
അപ്പം നമ്മുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്ത് നോക്കാം. ഞങ്ങൾ കുറച്ച് കൂടുതൽ ആളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല പോലെ അതുപോലെ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ നിങ്ങളുടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല ടൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വിടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും വിടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിന് വ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലത്തെ ഗ്ലാസ്സിലാണ്, സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഗ്ലാസ്സിൽ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. കണ്ടോ, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് പൊങ്ങി വരുമ്പോൾ മുകളിലേക്ക് വന്നോളൂ കേട്ടോ. അതേപോലെ ബാക്കി എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഞാൻ ഒരു ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഇതുപോലെ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ ഇത് ആവി കയറ്റിയെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ഒഴിച്ചെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ സ്റ്റഫ്ഡ് ഇഡ്ഡലിയൊക്കെ കഴിക്കൂലേ, ഉള്ളിൽ മസാല ഒക്കെ വെച്ചിട്ടുള്ള ഇഡ്ഡലി, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിയാണ് കേട്ടോ ഇതിന് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ് ഈ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റോളം വേവിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഇനി ഞാനൊരു ബൗളിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബൗളിൽ ആദ്യം കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഗ്ലാസ് ആണോ അതുപോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറായിട്ടും ഇതുപോലെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ വെച്ചതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല രീതിയിൽ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് കുത്തി നോക്കുക, അടിവരെ ഒന്ന് കുത്തി നോക്കുക. ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് എടുക്കാൻ. ചൂടോടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ പോവും. പിന്നെ അതുപോലെ തന്നെ റവ ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ താഴെ ഇട്ടിട്ടൊന്നിങ്ങനെ ഗ്ലാസ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നമ്മളെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് തട്ടിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് പോരും കേട്ടോ. പിന്നെ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൊന്ന് എണ്ണ ഗ്രീസ് ചെയ്യാൻ മറക്കരുത്.
ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും. ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾ ഏത് ഷേപ്പിലുള്ള ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനേ, ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി, ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കളർ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു മുളക് പൊടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പുറം ഭാഗം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതുപോലെ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെയും തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് കുറച്ച് നേരം ആ ഒരു ചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പുറം ഭാഗം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് സൗണ്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടേ പറയാൻ പറ്റുന്നേ ഇല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് പറയാൻ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഇപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കണ്ടോ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല സാമ്പാറോ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. ഞാൻ ആ ബൗളിലുള്ളത് എടുത്തതാണ് കേട്ടത്. നല്ല ഭംഗിയായിട്ടില്ല, നമ്മളെ ഈ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ. എന്നിട്ട് നമുക്കിത് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ സാമ്പാർ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.